ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മന്ന കിച്ചൻ. ഈ വരുന്ന ക്രിസ്മസിന് നമുക്ക് ബേക്കറി ടേസ്റ്റിൽ നല്ല അടിപൊളി ഒരു പ്ലം കേക്ക് റെഡിയാക്കി എടുക്കാം. ഒരു ടെൻഷനും ഇല്ലാതെ എല്ലാവർക്കും റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലം കേക്കാണിത്. ഈ ഒരു പ്ലം കേക്ക് നമ്മൾ റെഡി മിക്സ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് പേരൊക്കെ റെഡി മിക്സ് ഉപയോഗിച്ചിട്ടുള്ള വീഡിയോ കാണിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഈ ഒരു പാക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്യാൻ മടിയുള്ളവർക്കൊക്കെ ഈ ഒരു റെസിപ്പി എന്തായാലും ഇഷ്ടപ്പെടും. നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ക്രിസ്റ്റൻ ക്രംബിൻ്റെ പ്ലം കേക്ക് മിക്സാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു പാക്കറ്റ് 300 ഗ്രാമാണ് വരുന്നത്. ഇതിൽ കേക്ക് പൗഡർ 200 ഗ്രാമും അതുപോലെ 100 ഗ്രാം ഡ്രൈ ഫ്രൂട്ട്സുമാണ് വന്നിരിക്കുന്നത്. ഇതിൽ പ്രിപ്പറേഷൻ മെത്തേഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് ഒന്ന് വ്യത്യസ്തമായിട്ടാണ് നമ്മളിവിടെ ഇന്ന് റെഡിയാക്കി എടുക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ആദ്യം ഒരു 2 മുട്ട ഒരു ബൗളിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം ഒരു മിക്സ് ഇട്ടിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 5 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്തിട്ട് മിക്സ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് മാറ്റം വരുത്തിയിട്ടാണ് ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. ഇതാണ് ഒരു കേക്ക് മിക്സിൻ്റെ ഒരു പാക്കറ്റ്. ഇത് കേക്കിൻ്റെ പൗഡറാണ്. അതുപോലെ വേറൊരു ചെറിയ പാക്കറ്റ് വരുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു 300 ഗ്രാമിന് 135 രൂപയാണ് കേട്ടോ വില വരുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു 1/4 കപ്പ് മാർജറിനാണ് എടുത്തിരിക്കുന്നത്. മാർജറിന് ഇപ്പോൾ എല്ലാവർക്കും കിട്ടണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ മാർജറിന് പകരം നിങ്ങൾക്ക് ബട്ടർ എടുക്കാം. ബട്ടർ അല്ലെങ്കിൽ മാർജറിൻ. അപ്പോൾ അൺസാൾട്ടഡ് ബട്ടർ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മാർജറിൻ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പ്ലം കേക്കിൻ്റെ ആ ഒരു പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് സ്പൂൺ വെച്ചിട്ടോ സ്പാച്ചിൽ വെച്ചിട്ടോ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ബീറ്ററിൻ്റെ ഏറ്റവും ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ബീറ്റർ ഉള്ളവർക്ക് ഇങ്ങനെ ചെയ്താൽ മതി. മാർജറിനും കേക്ക് പൗഡറും കൂടി ഇവിടെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണം. ഈ ഒരളവിൽ 2 മുട്ടയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒന്നിച്ച് ചേർത്ത് കൊടുക്കേണ്ട, ഓരോ മുട്ടയായിട്ട് ചേർത്തിട്ടാണ് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. എപ്പോഴും ശ്രദ്ധിക്കണം, ഏറ്റവും ലോ സ്പീഡിൽ ഇട്ടിട്ട് മാത്രം ബീറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ 2 മുട്ടയും ചേർത്ത് കൊടുത്തിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് എസൻസുകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 3 ടൈപ്പിലുള്ള എസൻസാണ് എടുത്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും 1/4 ടീസ്പൂൺ ഓറഞ്ച് എസൻസും 1/4 ടീസ്പൂൺ റം എസൻസുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് 3ഉം കൂടി ചേർത്തിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് ലോ സ്പീഡിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ എസൻസുകളും ഇവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ബട്ടർ ചേർത്ത് കൊടുത്താലും മാർജറിൻ ചേർത്ത് കൊടുത്താലും ഈ ഒരു ഓയിൽ മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം. ഓയിൽ ഒരു 2-3 തവണയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഓയിലും ഇവിടെ മിക്സായി വന്നിട്ടുണ്ട്. ഇതാണ് ആ ഒരു പാക്കറ്റിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ്. കൂടുതലും ബ്ലാക്ക് റൈസിൻസ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ വേറെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തിട്ട് അതും ലോ സ്പീഡിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ പ്ലം കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തിക്കായിട്ടാണ് ഇരിക്കേണ്ടത്. ഇത് നമുക്ക് ബേക്കിംഗ് ടിന്നിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഇട്ട് കൊടുക്കാം. ഓവൻ ഇല്ലാത്തവർ നല്ല ചുവട് കട്ടിയുള്ളൊരു പാത്രം, അതായത് ഈ ഒരു ടിന്നിറങ്ങുന്ന സൈസിലുള്ളൊരു പാത്രം എടുത്തിട്ട് അതിലൊരു സ്റ്റാൻഡ് വെച്ച് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ 50-55 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഓരോരുത്തരുടെയും ഗ്യാസിൻ്റെ ഫ്ലെയിമിന് അതുപോലെ എടുക്കുന്ന പാത്രത്തിനൊക്കെ അനുസരിച്ച് ബേക്കിങ്ങിൻ്റെ സമയം ചിലപ്പോൾ മാറ്റം വരും.
ഈ ഒരു പാത്രത്തിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. അത് കഴിഞ്ഞാൽ പാത്രം നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തിട്ട് എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് കൂടി ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് ഓവൻ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 160 ഡിഗ്രി സെൽഷ്യസിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. എല്ലാ കേക്കും പോലെയല്ല, പ്ലം കേക്കിന് കുറച്ച് ലോ ടെമ്പറേച്ചറാണ് വേണ്ടത്. അതുകൊണ്ടാണ് 160 ഡിഗ്രി സെൽഷ്യസിൽ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഞാൻ ഈ ഒരു ബാറ്ററിൻ്റെ മുകളിൽ കുറച്ച് കാഷ്യൂ നട്ട്സ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് വെച്ച് കൊടുക്കാം. ചെറിയോ അല്ലെങ്കിൽ ടൂട്ടി ഫ്രൂട്ടിയോ കാഷ്യൂ നട്ട്സൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ പ്ലം കേക്ക് ഇവിടെ കറക്റ്റ് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി കേക്ക് ഒന്ന് തണുത്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ പ്ലം കേക്ക് ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ആ ഒരു പാക്കറ്റിൽ അവർ എഴുതിയിരിക്കുന്നത് കേക്ക് ബേക്ക് ചെയ്യുന്ന അന്ന് തന്നെ കട്ട് ചെയ്യാതെ ഒരു ബട്ടർ പേപ്പറിലൊക്കെ നന്നായിട്ട് പൊതിഞ്ഞ് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ എടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം കട്ട് ചെയ്യുമ്പോഴാണ് ബെറ്റർ ടേസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇന്ന് തന്നെ ഒന്ന് കട്ട് ചെയ്യുവാണ്. ആ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന പ്ലം കേക്കിൻ്റെ അതേ സ്മെല്ലൊക്കെ വരുന്നുണ്ട് ആ ഒരു പാക്കറ്റിൽ. അതായത് ഒരു പൗഡറിനകത്ത് നമ്മുടെ എല്ലാ സ്പൈസസും ജാതിക്ക, കറുവപ്പട്ട എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഈ ഒരു പ്ലം കേക്കിൻ്റെ മിക്സ് നമുക്ക് എല്ലാ ബേക്കിംഗ് പ്രൊഡക്റ്റ് ഷോപ്പുകളിലും കിട്ടും. ചെറിയ അളവിലും അതുപോലെ വലിയ അളവുകളിലും കിട്ടുന്നതാണ്. ഈ ഒരു പ്ലം കേക്ക് മിക്സ് വെച്ചിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലം കേക്ക് റെഡിയാക്കി എടുക്കാം. ഒരു ടെൻഷനും വേണ്ട. കാരമൽ ചെയ്യേണ്ട, അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യേണ്ട, ഇതൊന്നും ചെയ്യാതെ തന്നെ ബേക്കറിയിൽ കിട്ടുന്ന അതേ ഫ്ലേവറിൽ അതേ ടെക്സ്ചറിൽ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ബേക്കറിയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന പ്ലം കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പൊടിഞ്ഞു പോകുന്ന ടെക്സ്ചറിലാണല്ലോ ഇരിക്കുന്നത്. ആ ഒരു ടെക്സ്ചറിൽ തന്നെയാണ് ഈ ഒരു കേക്കും ഇരിക്കുന്നത്. അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും താന്നു പോയിട്ടില്ല. നല്ല ടേസ്റ്റിയാണ്. 100% നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവർക്കും ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്ക് മിക്സാണിത്. ഞാൻ ബേക്കറി സ്റ്റൈലിലുള്ള പ്ലം കേക്ക് ഇനിയും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ വീട്ടിൽ തന്നെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു കേക്കാണ് ഇത്. ഡ്രൈ ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്യാൻ പറ്റാത്തവർക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേറൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്